4 സുവിശേഷങ്ങൾ 2000 വർഷമായി പ്രസംഗിച്ചിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കാലഘട്ടത്തിലെ അഞ്ചാമതൊരു സുവിശേഷത്തിന്റെ ആവശ്യകത എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൽ സത്യസുവിശേഷം ഇതുവരെ, അതായത് എനിക്ക് തോന്നുന്നു സത്യസുവിശേഷം ലോകത്തിൽ ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ വിശേഷം, അല്ലെങ്കിൽ സത്യവിശേഷം, അല്ലെങ്കിൽ എന്താ പറഞ്ഞ നല്ല വിശേഷം അല്ലേ? നല്ല വിശേഷം. അപ്പൊ ഇന്ന് ഇതുവരെ നിലവിലുണ്ടായിരുന്ന സുവിശേഷങ്ങളെല്ലാം പക്ക എന്താണ്, അടിമത്തം എന്ന് പറയുന്ന ഒറ്റ ഒരു കോൺസെപ്റ്റ് മാത്രം. ഏതെങ്കിലും ഒരു സംഭവം, ഒരു മതത്തിന്റെയോ ജാതിയുടെ കീഴിൽ ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ വെച്ചിട്ട് അതിന്റെ പേരിലുള്ള പഴയ പണ്ടത്തെ ചരിത്ര കാലങ്ങളെ, അതിനെ നമ്മളുടെ മനുഷ്യന്റെ മേൽ ആ വിശ്വാസത്തെ അടിച്ചേൽപ്പിച്ച് കൊണ്ട് നടക്കുന്ന ഒരു സുവിശേഷമായിരുന്നു വാസ്തവത്തിൽ എന്താ ഈ കുറെ നാളുകൾ കൊണ്ട്, അല്ലെ കുറെ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പുസ്തകങ്ങൾ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഇവിടെ തിരിക്കുന്ന നമ്മുടെ ഓരോ ആൾക്കാർ പറഞ്ഞിരുന്നു, നമ്മുടെ സഹോദരങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇന്നാണ് വാസ്തവത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടുള്ള സത്യസുവിശേഷം എന്ന് പറയുന്നത്. അതായത് ആ സുവിശേഷം എന്ന് മുൻകാലത്തിൽ പേര് വിളിച്ച ആ പുസ്തകത്തെ, അതിൻ്റെ വലിയ തലത്തിലുള്ള ഒരു വ്യാഖ്യാനം നന്നായിട്ട് അത് മനസ്സിലാക്കി, ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ദൈവ പുസ്തകം എന്ന് പറഞ്ഞ് നമ്മളിന്ന് അച്ചടിച്ചിരിക്കുന്ന പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ന് ഈ ഒരു പുസ്തകം വഴി സ്വാതന്ത്ര്യത്തോടുകൂടി വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ദൈവത്തെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് കാണിച്ച് തരാനായിട്ട് ദൈവം ഒരുക്കി തന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വലിയ കടികട്ടിയായ വാക്കുകളെ വളരെ ലഘൂകരിച്ച്, ആത്മാവിന്റെ ആ സാന്നിധ്യത്തോടു കൂടി ലഘൂകരിച്ച് നമ്മുടെയൊക്കെ മുമ്പിൽ കൊണ്ടുതന്ന ഇന്ന് ഇതിപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്, ഇപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം നടക്കുന്നത്. ഇന്ന് വളരെ വിരളമായിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം അനുഭവിച്ചറിയാൻ തുടങ്ങി. ഇതാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും ഇതാണ് സത്യദർശനം എന്ന് പറയുമ്പോൾ, സത്യത്തെ കണ്ടെത്തുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സത്യത്തെ നമ്മൾ അടുത്തറിയുക എന്ന് വെച്ചാൽ, സത്യം ദൈവം നമ്മിൽ തന്നെയാണുള്ളതെന്ന് പറഞ്ഞല്ലോ. ദൈവം നമ്മിൽ തന്നെയാണുള്ളത്. ആ ദൈവത്തെ ഉണർത്തുവാൻ ഉള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ മതഗ്രന്ഥം, ഏത് മതമായിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന മതം, ആ മതം പറഞ്ഞു തരുന്നതിൽ കൂടെ പോയിട്ട് നമുക്ക് ആ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് അതിനെ ഗ്രാസ്പ് ചെയ്തെടുക്കാനോ, ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനോ, ആ ചൈതന്യത്തിന് നമുക്ക് പുറത്തുവിടാനോ പറ്റുന്നില്ല. അതിനുള്ള വഴി എന്ന് വെച്ചാൽ സത്യത്തെ അതിനാണ് നമ്മൾ പറയുന്ന ആ ധ്യാനം എന്ന് പറയുന്നത്. അല്ല, ദൈവത്തെ കൂടുതൽ അടുത്തറിയാനുള്ള ആ ധ്യാനം നമ്മൾ പരിശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സ്പീഡ്, വേഗത നമുക്ക് നമ്മിൽ വന്നു ചേരുന്നത്. എനിക്കും ഇതാണ് കാരണം. എന്തെന്ന് വെച്ചാൽ ഈ സുവിശേഷം എന്ന് പറയുന്നത്, നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിനെ ഒരു പേടി സ്വപ്നമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ ദൈവം കോപിക്കും എന്നുവെച്ചാൽ, നമ്മൾ മനസ്സ് തുറന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് അടുക്കുന്നത് ഈ ഒരു സുവിശേഷത്തിലൂടെയാണ്, ഈ ഒരു പുസ്തകത്തിലൂടെയും ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ഇതിൽ വന്നപ്പോഴാണ് നമുക്ക് നമ്മളെ ദൈവത്തോടൊപ്പമാണ്. നമുക്ക് എന്തും നമ്മളൊരു ഫ്രണ്ടിനോട് എന്താണോ നമ്മൾ മനസ്സ് തുറന്ന് പറയുന്നത്, അതുപോലെ നമുക്ക് ദൈവത്തോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം. പക്ഷെ നമ്മളെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു പേടിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സുവിശേഷം തന്നെയാണ് ജനങ്ങൾക്കും എല്ലാവർക്കും, ഈ ഒരു തലമുറയ്ക്കും എല്ലാം കൊടുക്കേണ്ടത് ഈ ഒരു സുവിശേഷം തന്നെയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, പിന്നെവിടെയാണ് ഈശ്വരൻ്റെ വാസം. അപ്പോൾ ഇവിടെ ചെന്നെത്തിയപ്പോൾ ഈശ്വരൻ എവിടെയാണ്? എൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അതിനു വേണ്ടി ഒരു പുസ്തകങ്ങളും ഇത് വെല്ലുവിളിയല്ല. ഈശ്വരൻ, അത്രയും ഈശ്വരൻ്റെ മകളാണ് ഞാൻ. ആ ഈശ്വരൻ്റെ അടുത്ത് എനിക്ക് ഭയക്കേണ്ടതില്ല. എനിക്ക് ഈശ്വരൻ എന്നെ ഒരു മകളായിട്ടാണ് കാണുന്നത്. ഈശ്വരൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ പറയേണ്ടതില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ ഈശ്വരൻ അറിയുന്നുണ്ട്. ആ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു നടന്നപ്പോൾ ചെന്നെത്തിയത് കൃത്യമായ സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലാവുകയും അതിലൂടെ എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് മനസ്സിലാക്കുകയും അവിടെ ഞാൻ ചെന്ന്
ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു വെല്ലുവിളിയാണെന്ന് തോന്നും, പക്ഷെ അല്ല. ഇത് നമ്മൾ തന്നെ നമ്മുടെ ഇപ്പോൾ ആസ്വദിക്കുന്ന ഈ സമാധാനവും എല്ലാം എല്ലാവരിലും എത്തിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടുന്ന ഈ സന്തോഷവും സമാധാനവും ഒരു മതങ്ങളുടെയും പേരിലല്ലാതെ നമ്മൾ മനുഷ്യരായിട്ട് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉള്ള ഒരു എല്ലാവരിലും അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമാണിത്. അല്ലാതെ ഒരു കാരണവശാലും ഇതൊരു വെല്ലുവിളിയല്ല. ഇത് നമ്മളുടെ സ്നേഹം, സന്തോഷം എല്ലാം നിറഞ്ഞൊരവസ്ഥ മാത്രമാണ് ഈ ഒരു സത്യദൈവ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്താണ് ശരിയായ ആത്മീയത, ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവവുമായി ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാം, എങ്ങനെ ആത്മീകമായി വളരാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എഴുതിയ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടാവണം. ആ ബുക്കിൽ പറയുന്നത് ഇങ്ങനെ, ദ ഗോസ്പൽ ഓഫ് മനോജ് കെ ജി എന്നാണ് പറയുന്നത്. യോഗ്യത ഇല്ലാതെ വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വായിക്കുന്നവർക്കും ആ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തിനകത്ത് ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് യോഗ്യതയാണ് ഈ ഗ്രന്ഥകർത്താവ് കാണുന്നത്? പൗലോസ് ഏകദേശം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യോഗ്യത എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ ഒരു യോഗ്യതയാണ്. അദ്ദേഹം ദൈവപുത്രനാണെന്നും തന്നിൽ അതായത് താൻ ദൈവത്തെ നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യ സത്യം. അദ്ദേഹം അനുഭവത്തിൽ കൂടെ അറിഞ്ഞ് ദൈവത്തിന്റെ മകനാണെന്ന് സ്വയം തിരിച്ചറിവുണ്ടായി. ആ ദൈവത്തെക്കുറിച്ച് ആഴമായി പഠിച്ച ഒരാളാണ് എന്ത് ചെയ്തത്, പിൽക്കാലത്ത് ഈ പുസ്തകങ്ങൾ എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് അത് എഫേസർക്കും കൊലോസിയർക്കും അങ്ങനെയുള്ള ഓരോ സഭകൾക്ക് വേണ്ടിയിട്ട് താൻ അനുഭവിച്ചറിഞ്ഞ ആ ദൈവത്തെ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റി. അദ്ദേഹം അനുഭവിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാനിപ്പോഴും പറയുന്ന പുതിയ ഞാൻ പറയുന്ന എൻ്റെ ഭാഷയെ ഞാൻ പറഞ്ഞത്, പുതിയ കാലത്തെ പൗലോസ് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. എൻ്റെ സഹോദരനെ വിളിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മനോജ് സാറ് ഒരു മതത്തിൽ മാത്രം പോയിരുന്നെങ്കിൽ ഇതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം പെട്ടെന്ന് പിടികിട്ടില്ലായിരുന്നു. ഇത് എല്ലാ മതത്തിൻ്റെയും സാരം പിടിക്കുമ്പോഴേക്കും അതിൻ്റെ ഫോഴ്സ് കൂടും. അതാണ് ഒരു മതത്തിന് മാത്രം പിടിച്ചിട്ട് അതിൽ പോയിട്ട് തത്തമ്മ പൂച്ച അത് പറഞ്ഞു ഇത് പറഞ്ഞു ഓക്കെ, അങ്ങനെ പോയല്ല. ഇത് പല മതത്തിലും ഉള്ളിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് എടുത്തപ്പോഴേക്കും അതിന് ഫോഴ്സും എനർജിയും കൂടി. അപ്പോഴാണ് പറയുമ്പോഴാണ് ഈ പുസ്തകം എഴുതുമ്പോഴാണ് അതിന് ശക്തിയും യുക്തിയും എല്ലാം കൂടി വരുന്നത്. അപ്പോഴാണ് സത്യദർശകൻ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, സത്യത്തിൻ്റെ മുഖമായിട്ടുള്ള, സത്യത്തിൻ്റെ പൊരുളുകൾ എഴുതി വിടുമ്പോഴാണ് ആൾക്കാർ അതിനെ ഗ്രഹിക്കാനും ഉള്ള ആസക്തിയും ശക്തിയും കൂടി വരുന്നത്. അത് ആ ദൈവാധീനമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. മനോജ് സാറിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ദൈവാധീനമുണ്ട്. ആ ദൈവാധീനമാണ് ഈ ബുക്കിൽ ചൊരിഞ്ഞിട്ടുള്ളത്. ആ ദൈവാധീനമാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ദൈവാധീനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാ മതങ്ങളുടെയും പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടുണ്ട്. അതിൻ്റെ എസൻസ് എടുത്തപ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയത്. അതാണ് മനോജ് സാറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്കും പുസ്തകത്തിൻ്റെ സവിശേഷതയ്ക്കുമുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണെന്ന് നാം കാണുന്നു.